ഓഫീസ് തുറന്ന രാജീവ് ചന്ദ്രശേഖർ. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ഇത് വെറുമൊരു MLA ഓഫീസ് മാത്രമല്ല, വികസിത നിയമം ആസ്ഥാനം ജനങ്ങൾക്കായി തുറന്നിരിക്കുകയാണ്. ഏത് സാധാരണക്കാരനും തങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും അറിയിച്ച് കൃത്യമായ മറുപടിയും പരിഹാരവും ഉറപ്പാക്കാനുള്ള ജനങ്ങളുടെ സ്വന്തം കേന്ദ്രമാണ് പുതിയ ഓഫീസ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറും ഓഫീസ് സേവനം ലഭ്യമാകുമെന്നും നിയമം അർഹിക്കുന്ന വലിയ മാറ്റം യാഥാർത്ഥ്യമാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. പാപ്പനംകോടിന് സമീപമാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: വികസിത നിയമം ആസ്ഥാനം ജനങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 24 മണിക്കൂറും ഇനി ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ കണ്ട ആവേശവും ജനപങ്കാളിത്തവും ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നിയമം ജനത കാത്തിരുന്ന വലിയ മാറ്റം ഒടുവിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പ്രായഭേദമന്യേ നിയമത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള വൻ ജനാവലിയാണ് ജനസേവനത്തിനായുള്ള ഈ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയത്. ഇത് വെറുമൊരു MLA ഓഫീസ് മാത്രമല്ല, ഏതൊരു സാധാരണക്കാരനും ഏതു സമയത്തും നേരിട്ടെത്തിയോ ഫോൺ വഴിയോ തങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും അറിയിക്കാനും അതിനെല്ലാം കൃത്യമായ മറുപടിയും പരിഹാരവും ഉറപ്പാക്കാനുമുള്ള ജനങ്ങളുടെ സ്വന്തം കേന്ദ്രമാണിത്. ഞങ്ങളുടെ ടീമിന്റെ സേവനം 24 മണിക്കൂറും ഇവിടെ ലഭ്യമായിരിക്കും. ജനങ്ങളുടെ ഓരോ പരാതിയും കൃത്യമായി രേഖപ്പെടുത്തുകയും അത് പൂർണ്ണമായും പരിഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വികസിത നിയമം യാഥാർത്ഥ്യമാക്കാനുമുള്ള പ്രവർത്തനങ്ങളുമായി രാപ്പകൽ ഞങ്ങൾ ഒപ്പമുണ്ടാകും. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമായ പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയമാണിത്. വികസിത നിയമം എന്ന ഈ വലിയ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ അചഞ്ചലമായ അർപ്പണബോധത്തോടെയും കഠിനാധ്വാനത്തോടെയും കൂടെ നിന്ന് BJP NTA കൗൺസിലർമാർക്കും പ്രവർത്തകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിയമം അർഹിക്കുന്ന വലിയ മാറ്റം ഒരുമിച്ച് നമ്മൾ യാഥാർത്ഥ്യമാക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. അതേസമയം കടക്കെണിക്ക് മേൽ പടുത്തുയർത്തിയ മോഹന വാഗ്ദാനങ്ങളുടെ ബജറ്റാണ് മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടിരുന്നു. വലിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. എന്നാൽ ഇതെല്ലാം നടപ്പിലാക്കാൻ ആവശ്യമായ പണം എങ്ങനെ കണ്ടെത്തുമെന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയും ഈ ബജറ്റിനില്ല. ഇപ്പോൾ തന്നെ 5.07 ലക്ഷം കോടി രൂപയുടെ ഭീമമായ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് കേരളം. സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത്. എന്നാൽ രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് നൽകിയ 5 ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനങ്ങളിൽ 3 എണ്ണവും ആദ്യ ബജറ്റിൽ തന്നെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് എന്ന വാഗ്ദാനത്തിനായി ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത് വെറും 10 കോടി രൂപ മാത്രമാണ്. അതായത് കേരളത്തിലെ 90 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾ ഓരോന്നിനും 11 രൂപ 11 പൈസ വീതം. ജനങ്ങളെയൊക്കെ കബളിപ്പിച്ചിരിക്കുകയാണ് ഇതിലൂടെ കോൺഗ്രസ് സർക്കാർ. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന പ്രഖ്യാപനം നടപ്പിലായില്ല. യുവാക്കൾക്കായുള്ള 5 ലക്ഷം രൂപയുടെ ലോൺ പദ്ധതിയും വെറും വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങി. ഒരിക്കലും നടപ്പിലാക്കാത്ത വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശൈലി. പൊതുമേഖലാ സ്ഥാപനങ്ങളും ആസ്തികളും വൻതോതിൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് ഈ ബജറ്റിന്റെ മറ്റൊരു പ്രത്യേകത. സാമ്പത്തികമായ അച്ചടക്കവും അഴിമതിയില്ലാത്ത ഭരണവും യഥാർത്ഥ വികസനവുമാണ് മലയാളിക്ക് വേണ്ടത്, അല്ലാതെ വെറും രാഷ്ട്രീയ വ്യാമോഹങ്ങളല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 10 വർഷം മുൻപ് എല്ലാം ശരിയാകുമെന്ന കപട മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ CPM സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്തു തരിപ്പണമാക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ CPM-ഉം കോൺഗ്രസും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ബജറ്റിലെ ഓരോ വാഗ്ദാനത്തിന്റെയും പുരോഗതി സൂക്ഷ്മമായി വിലയിരുത്തുകയും ഓരോ പ്രഖ്യാപനങ്ങളെക്കുറിച്ചും സർക്കാരിനെ കൊണ്ട് മറുപടി പറയിക്കുകയും ചെയ്യും. ഇതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് BJP നൽകുന്ന ഉറപ്പെന്നും നിയമം MLA വ്യക്തമാക്കി. മാത്രമല്ല, മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച 2026-27 വർഷത്തെ പുതുക്കിയ ബജറ്റിനെ മറ്റു BJP നേതാക്കളും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. VD സതീശന്റെ ബജറ്റ് വെടിക്കെട്ടിലെ ആകാശ വിസ്മയം മാത്രമാണെന്നാണ് വിമർശനം. മുഖ്യമന്ത്രി കസേരയിൽ ആളുമാറി എന്നല്ലാതെ ഒരു നയം മാറ്റവും ബജറ്റിൽ കാണാനില്ലെന്ന് BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ പറഞ്ഞു. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം വഞ്ചന എന്ന് തെളിയിക്കുന്നതാണ് ബജറ്റ് എന്നായിരുന്നു ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിന്റെ വിമർശനം. ബജറ്റ് വട്ടപൂജ്യമാണ്, LKG നിലവാരം പോലുമില്ല. UDF-ന്റെ കവലപ്രസംഗത്തോട് ഉപമിക്കാവുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം. വിസ്മയമുണ്ടായില്ല. മുൻപ് പറഞ്ഞത് UDF വിസ്മരിച്ചെന്നും LDF-ൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല UDF എന്ന് തെളിഞ്ഞെന്നും PK കൃഷ്ണദാസ് വിമർശിച്ചു. ആളുകളെ പറ്റിക്കുന്ന കൺകെട്ട് സർക്കസാണ് ബജറ്റ് എന്ന് BJP നേതാവ്
MT രമേശ് വിമർശിച്ചു. നടന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത പ്രസംഗം മാത്രമാണ്. പ്രസംഗം മത്സരമുണ്ടെങ്കിൽ പുരസ്കാരം സതീശന് നൽകുമായിരുന്നുവെന്നും MT രമേശ് പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.